പ്രിയശലഭം പാർട്ട് 21. നീ ഇങ്ങനെ ഇരിക്കാതെ എന്താടി ഞാൻ പറഞ്ഞത് നിനക്ക് അത്രയും സങ്കടമായോ? ഭാമയുടെ ചോദ്യത്തിന് നീലി അല്ലെന്ന് തലയാട്ടി. നിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ നീലി. നീലി നിസ്സഹായ അവസ്ഥയോടെ ഭാമയെ നോക്കി. നീലി ബാഗ് തുറന്ന് നോട്ട് ബുക്ക് കയ്യിലെടുത്തു. ഇത് തന്നെയാണ് എൻ്റെ പ്രശ്നം ഭാമേ. എനിക്കിങ്ങനെ ഒരു പുസ്തകമില്ലാതെ ഒരാളോട് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. എൻ്റെ ഫീലിങ്സ് പറയാൻ പോലും സാധിക്കുന്നില്ല. എന്തൊക്കെയാ നീലി നീ പറയുന്നേ? പ്രണയം എന്ന സംഭവം ഉള്ളിലുണ്ടാകുമ്പോൾ അവിടെ കണ്ണും പ്രണയം പറയുമെന്ന് നീ വായിച്ചിട്ടുണ്ടോ? നിന്റെ ശബ്ദമില്ലായ്മ ഒരു കുറവല്ല നീലി, അതിലും ഒരു ഭംഗിയുണ്ട്. പക്ഷേ ഇപ്പോൾ നിനക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നത് പോലും നിനക്ക് ഇഷ്ടമായവരോട് മിണ്ടാൻ കഴിയുന്നില്ല എന്ന തോന്നൽ കൊണ്ട് മാത്രമാണ്. ഞാൻ നേരത്തെ നിന്നോട് അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? ശ്രീകാന്ത് ഏട്ടൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് എനിക്കറിയില്ല. പക്ഷേ ആരോടും ഒന്ന് സോഫ്റ്റായി മിണ്ടാറില്ല, അധികം സംസാരിക്കാറില്ല. എന്തെങ്കിലും മൂടി പിടിച്ച് നടക്കുന്ന ഒരാൾ, അതെല്ലാം നീ മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയാ അങ്ങനെയെല്ലാം പറഞ്ഞത്. ഇനിയിപ്പോ സങ്കടപ്പെടാതെ വരാൻ നോക്ക് നീ. ഭാമ അത്രയും പറഞ്ഞിട്ടും നീലിയുടെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടായിരുന്നു. ഒരു തെളിച്ചവും ഇല്ലാതിരിക്കുന്ന അവളെ കണ്ടതും എൻ്റെ പൊന്നു നീലി, നീ ഒന്നും മിണ്ട്. അത് കേട്ടതും നീലി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. നീലി ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നും എണീറ്റ് നടന്നു. രണ്ടുപേരും ഒരു പുഞ്ചിരിയോടെ എണീറ്റ് നടക്കുമ്പോൾ ഇവർ ഇരിക്കുന്ന മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ഒരാൾ ഫോൺ എടുത്ത് ഒരാൾക്ക് വിളിച്ചു. അവർ പറഞ്ഞ കാര്യമെല്ലാം ഫോണിലൂടെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോയി. നീലിയും ഭാമയും ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ നീലിമ പുറകിൽ നിന്നും ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വിവേക് വരുന്നുണ്ട്. ഹാരിത്? ഭാമ അവനെ കണ്ടതും വിളിച്ചു. ഇതാ നീലി. അവൻ ഒരു കവർ അവൾക്ക് നേരെ നീട്ടിയതും നീലി എന്താ എന്ന പോലെ അവനെ നോക്കി. ഇത് ചെടികളാണ്, എൻ്റെ വീട്ടിലുള്ളതാ. അത് കേട്ടതും നീലി പുഞ്ചിരിയോടെ സ്വീകരിച്ചു. നീ ഇന്നലെ പറഞ്ഞേക്ക് കൊണ്ടുവന്നു. പിന്നല്ലാതെ ചെടികൾക്കെല്ലാം നല്ല വെള്ളം നൽകണം. ഇന്ന് വീട്ടിലെത്തിയാൽ ഉടനെ വേഗം നടണം, വളമിട്ട് കൊടുക്കണം, വെള്ളവും നന്നായി ഒഴിച്ചു കൊടുക്കണം. ചെടിയെക്കുറിച്ച് അറിയാത്തതെല്ലാം എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. വിവേക് പറയുന്നതിനെല്ലാം നീലി വലിയ കാര്യമാക്കാതെ കേട്ടു നിന്നു. ഭാമയാണെങ്കിൽ ഇതൊക്കെ എല്ലാ ചെടിക്കും വേണ്ടതല്ലേ? അതെ, എന്നാലും പറഞ്ഞതാ, അവൻ ചമ്മൽ മറച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ നീലിമ എന്താവോ? അവൻ പറയാൻ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഗായത്രി എത്തുന്നത്. ഇന്ന് ക്ലാസ്സിൽ കയറിയില്ലേ നിങ്ങൾ? അവരെ കണ്ടതും ഭാമ ഒരു പുച്ഛത്തോടെ നിന്നു. നീലി ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്ത ശേഷം ഇല്ലെന്ന് തലയാട്ടി. ഞാനൊരു അസൈൻമെന്റ് ക്ലാസ്സിൽ എല്ലാവരോടും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചോദിച്ച് മനസ്സിലാക്കി നാളെ കൊണ്ടുവരണം. വളരെ പുഞ്ചിരിയോടെയാണ് അവരത് പറഞ്ഞത്. അവർ അവിടെ നിന്നും കടന്നു പോയതും ഈ തള്ളയെ ആരെങ്കിലും തല്ലിയോ നീലി? ഇന്നലെ വരെ നമ്മളെ കണ്ണിൽ കാണാത്ത മിസ്സിപ്പോ ഒരു പ്രത്യേക സ്നേഹമെല്ലാമാണല്ലോ. അവർ പോകുന്നതും നോക്കിക്കൊണ്ട് ഭാമത് പറഞ്ഞതും അതെന്താ, അവരുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിവേക് അത് ചോദിച്ചതും ഉണ്ടോ എന്നോ? ഇപ്പോയാ ഒന്ന് തീർന്നേ. എന്നാ നീ വിട്ടോ, ഇന്ന് ഞങ്ങൾ നേരത്തെ ഇറങ്ങുക. ക്ലാസ്സിലൊന്നും കയറിയിട്ടേ ഇല്ല. ചേട്ടനിപ്പോ ലീവ് ശരിയായി കാണും. ഭാമ ലീവോ? എന്ത് ലീവാ നീലി? നീലി എന്തെങ്കിലും ഒന്ന് സംസാരിക്കട്ടെ വിചാരിച്ച് അവൻ നീലിയെ നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു. ഞങ്ങളുടെ അവിടെ ഉത്സവമാണ്, ഡ്രസ്സെല്ലാം എടുക്കാൻ പോകണം, വീട്ടിലൊരു പ്രോഗ്രാമും ഉണ്ട്. എന്നിട്ട് എന്നെ വിളിക്കുന്നില്ലേ? തീർച്ചയായും വിളിക്കുന്നുണ്ട്. നീയും എന്തായാലും വരണം. ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്ത് തരാം. എന്നാ നീ നടന്നോ, ഞങ്ങൾ പോകാൻ നോക്കട്ടെ. ഭാമ അത് പറഞ്ഞതും അല്ല, പാർവണ വന്നില്ലേ ഇന്ന്? ഇല്ല, അവൾ ഇന്നില്ലെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. എന്നാ ഓക്കെ. അതും പറഞ്ഞ് നീലിയെ പിടിച്ച് ഭാമ നടന്നു. നീലി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചുകൊണ്ട് അവളുടെ കൂടെ നടന്നു. വിവേക് അവൾ പോകുന്നത് നോക്കി നിന്നു. നീലി എന്താ ഒന്നും മിണ്ടാത്തത്? ഒരു പക്ഷേ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലായിരിക്കില്ല. നീലിയെ എങ്ങനെയൊന്നും ഭിണ്ടിപ്പിക്കും? ആ ചെടി നൽകിയതിന് ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല. അയ്യോ, ഒരു ചേട്ടന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് ചോദിച്ചതുമില്ല. നീ കോളേജിൽ അവളുടെ ചേട്ടന്മാരാരെങ്കിലും കാണും. എന്നാ ഞാനൊന്ന് സൂക്ഷിക്കണം. പ്രണയം പറയുമ്പോൾ എങ്ങനെയാ തല്ല് വരിക എന്ന് പറയാൻ പറ്റില്ല. അവൻ ചുറ്റും നോക്കിക്കൊണ്ട് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ഓടി. ശ്രീകാന്ത് എന്തോ വലിയ തിരക്കിലായതുകൊണ്ട് തന്നെ അവർ ബസ്സിനാണ് വീട്ടിലെത്തിയത്.
എത്തിയ ഉടനെ തന്നെ സ്നേഹ ബാമക്കും നീലിക്കും ഒരേപോലത്തെ ചുരിദാർ വാങ്ങിയിരുന്നു. അതായിരുന്നു രണ്ടുപേരും ഇട്ടത്. സ്നേഹയുടെ വീട്ടുകാരെ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചു. കൂട്ടത്തിൽ നമ്മുടെ പാർവണയും ഇവരുടെ അടുത്തെത്തി. ഞാൻ വന്നു. ഇന്ന് കോളേജിലൊന്നും വരാതെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ ഒരുങ്ങുവായിരുന്നു നീ? അവളെ കണ്ട ഉടനെ ബാമ അട്ടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നല്ലാതെ ഞാൻ ഒന്ന് സുന്ദരിയാവട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കുറെ കസിൻസ് ഒക്കെ ഉള്ളതല്ലേ, ആരെങ്കിലും ഒന്ന് വളച്ച് കയ്യിലെടുക്കാൻ കഴിഞ്ഞാലോ? അത് കേട്ടതും നീലിയും ബാമയും പരസ്പരം നോക്കി. അപ്പോഴാണ് ജനൽ വഴി പുറത്തേക്ക് നോക്കിയ നീലി ശ്രീകാന്തിനെ കാണുന്നത്. ശ്രീകാന്ത് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അവനെ കണ്ടതും നീലി ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി. ഇവളിത് എവിടേക്കാ ഓടുന്നേ? പാർവണത് ചോദിച്ചതും അത് കേട്ട് ബാമ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ദേഷ്യത്തിൽ ആരോടോ ഫോണിലൂടെ സംസാരിക്കുന്ന ശ്രീകാന്തിനെയാണ് കാണുന്നത്. അവന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. നല്ല ടെൻഷനും അവന്റെ മുഖത്തുണ്ട്. അവൻ എന്താ സംസാരിക്കുന്നത് എന്ന് ഇവർ കേട്ടിട്ടുമില്ലായിരുന്നു. സാറ് ഇത്ര ദേഷ്യത്തിൽ നിൽക്കുന്നിടത്തേക്കാണോ നീലി പുഞ്ചിരിയോടെ ഇറങ്ങി ഓടിയത്? പാർവണ ഭയത്തോടെ ചോദിച്ചു. ഓ, അവളത് കണ്ടു കാണില്ല. ഞാൻ നോക്കുമ്പോഴല്ലേ ശ്രീകാന്തേട്ടൻ തിരിഞ്ഞു സംസാരിക്കുന്നേ. വാ, നമുക്കൊന്ന് പോയി നോക്കാം. ബാമയുടെ കൂടെ തന്നെ പാർവണയും ഇറങ്ങി നടന്നു. വീടിന്റെ പുറകുവശത്ത് ആളൊഴിഞ്ഞ സ്ഥലത്തായിരുന്നു ശ്രീകാന്ത് നിൽക്കുന്നത്. നീലി ഒരു പുഞ്ചിരിയോടെ അങ്ങോട്ട് വരുമ്പോൾ ശ്രീകാന്ത് ഫോണും കയ്യിൽ പിടിച്ച് എന്തോ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. നീലി ഒരു പുഞ്ചിരിയോടെ അവന്റെ പുറകിൽ വന്ന് നിന്നു. അവനെ ഒന്ന് തോണ്ടി വിളിച്ചു. അതറിഞ്ഞതും ശ്രീകാന്ത് ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ പുഞ്ചിരിയോടെ നിൽക്കുന്ന നീലിയെ കണ്ടതും അവൻ കഷ്ടപ്പെട്ടൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നീ എന്താ ഇവിടെ? അകത്തേക്ക് ചെല്ല്, അവർ അന്വേഷിക്കും. അവന്റെ വാക്കുകളിൽ ഗൗരവം നിറഞ്ഞു നിന്നു. നീലി അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ അവൾ ചോദിക്കുന്നത് എന്താണെന്ന് ശ്രീകാന്തിന് മനസ്സിലായില്ല. എന്താ നീ ചോദിക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഇപ്പോ അകത്തേക്ക് പോകാൻ നോക്ക്. അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് ഒരു കാള് വരുന്നത്. അവനത് കണ്ട് ദേഷ്യത്തിൽ ഫോണിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് നീലി വീണ്ടും അവനെ തോണ്ടിക്കൊണ്ട് അതേപോലെ തന്നെ ആംഗ്യം കാണിച്ചതും. നിന്നോടല്ലേ നീലി ഞാൻ പറഞ്ഞത് എനിക്ക് നിന്റെ ഭാഷ മനസ്സിലാവുന്നില്ല എന്ന്? നീ ഒന്ന് പോകുമോ? കുറച്ച് സമാധാനത്തിന് വേണ്ടിയാ ഞാൻ ഇവിടെ വന്ന് നിന്നത്. അവൻ അതും ദേഷ്യത്തിൽ പറഞ്ഞ് അവിടെ നിന്നും പോയതും നീലിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് അവളുടെ ചുമലിൽ ഒരു കൈ വന്നതും അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ പാർവണയും ബാമയുമുണ്ട്. അവർ രണ്ടുപേരും എല്ലാം കേട്ടിരുന്നു. സാരമില്ല നീലി, വാ. അപ്പോഴേക്കും നീലി വിങ്ങി പൊട്ടി കരയാൻ തുടങ്ങിയിരുന്നു. നീ ഇങ്ങനെ കരയാതെ ആരെങ്കിലും കണ്ടാൽ? അത് കേട്ടതും നീലി സങ്കടത്തിൽ കണ്ണുകളെല്ലാം തുടച്ചു. വീട്ടിലേക്ക് പോകുവാണെന്ന് ആംഗ്യം കാണിച്ചതും നീ തനിച്ചോ? ആരെങ്കിലും നിന്നെ അന്വേഷിക്കും. ബാം അത് പറഞ്ഞതും തലവേദനയാണ് എന്ന് പറയാൻ തലയിൽ കൈവച്ച് ആംഗ്യം കാണിച്ചുകൊണ്ട് ബാമ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്ക് അവൾ അവിടെ നിന്നും സങ്കടത്തോടെ പാടത്തിലേക്ക് ഓടിയിറങ്ങിയിരുന്നു. നീലി! ബാമ വിളിച്ചെങ്കിലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൾ ഓടി. ബാമയും പാർവണയും അവൾ പോകുന്നത് വേദനയോടെ നോക്കി. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് നീലിയുടെ മുത്തശ്ശൻ അവിടെ കുറച്ചപ്പുറത്തുണ്ടായിരുന്നു. നീലി ഒരുപാട് സങ്കടത്തിലായിരുന്നു. അവൾ ഒത്തിരി തലേണയെല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എത്ര നേരം അങ്ങനെ കിടന്നുവെന്ന് അവൾക്കും അറിയില്ലായിരുന്നു. അവൾ എപ്പോഴോ സങ്കടത്തോടെ നോക്കുമ്പോൾ ജനലിന്റെ അരികിൽ കുപ്പിയിലുള്ള ആ ആമ്പൽപ്പൂക്കളെല്ലാം വാടിയിരുന്നു. അത് ഒരു വാടിയ മുഖത്തോടെ തന്നെ നീലി നോക്കി നിന്നു. അതും നോക്കി സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് മേശമേലുള്ള കവറിലേക്ക് അവളുടെ കണ്ണുകൾ എത്തുന്നത്. ഇത് വിവേക് തന്ന ചെടിയല്ലേ? ഇതൊന്നും ഞാൻ നട്ടില്ലല്ലോ. അവൾ അതും ആലോചിച്ച് പെട്ടെന്ന് പുതിയ ചുരിദാറും മാറ്റി പയ്യൊരു ഡ്രസ്സും എടുത്തിട്ട് ആ ചെടികളുടെ കവറെല്ലാം എടുത്ത് അവൾ പുറത്തേക്കിറങ്ങി. അവൾ മുറ്റം ചുറ്റും നോക്കി. എവിടെ നടണമെന്ന് അറിയാതെ ചുറ്റും നോക്കി നിൽക്കുന്ന നീലിയെ കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് മുത്തശ്ശൻ വരുന്നത്. എന്താ മോളെ നോക്കുന്നത്? മുത്തശ്ശന്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. കയ്യിലുള്ള ചെടികളെല്ലാം അവൾ മുത്തശ്ശനെ കാണിച്ചു കൊടുത്തു. എവിടെന്നാ ഇത്രയും ചെടികൾ? മുത്തശ്ശൻ അത് ചോദിച്ചതും അത് ഞങ്ങളുടെ കോളേജിലെ കൂട്ടുകാരൻ തന്നതാ മുത്തശ്ശ. മുത്തശ്ശന്റെ പുറകിൽ നിന്ന് ബാമയായിരുന്നു അതിന് ഉത്തരം നൽകിയത്. ആ ബാമ, നീ ഇങ്ങ് വന്നോ? അവരെല്ലാം പോയില്ലേ മുത്തശ്ശ? പിന്നെ വീട്ടുകാരെല്ലാം അവിടെ സംസാരിച്ചിരിക്കുക. അപ്പൊ ഞാനിങ്ങ് വന്നു. മുത്തശ്ശൻ എന്താ നേരത്തെ വന്നേ? ബാമ അത് ചോദിച്ചതും ഞാനിവിടെ കന്നുകാലികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കട്ടെ വിചാരിച്ചു വന്നതാ.
എന്തായാലും നീലി മോളെ, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരാം. എന്നിട്ട് നടാൻ വേണ്ടി മുത്തശ്ശൻ കുയ്യുണ്ടാക്കി നൽകാം. അത് കേട്ടതും നീലി ഒരു സന്തോഷത്തോടെ തലയാട്ടി. മുത്തശ്ശൻ അകത്തേക്ക് പോയതും, പാർവണ ഇനി ഉത്സവത്തിന് വേണ്ടി തലേന്ന് വരാമെന്നും പറഞ്ഞു പോയി. നീ ഇപ്പോ ഓക്കെ അല്ലേ നീലി? അവൾ അതേ എന്ന് തലയാട്ടി. അപ്പോഴേക്കും മുത്തശ്ശൻ വന്നിരുന്നു. മുത്തശ്ശൻ ഒരു കൈക്കോട്ടും കയ്യിലെടുത്തു. നമുക്ക് വീട്ടിലേക്ക് വരുന്ന ഈ വഴിയുടെ 2 വശത്തായി ചെടികൾ നടാം. അത് നല്ല ഐഡിയ ആണ് മുത്തശ്ശ. മുത്തശ്ശൻ 2 സൈഡിലായി കൊണ്ട് മുറ്റം ചെത്തിക്കോരി. നീലിയും ബാമയും ഓരോ ചെടികൾ വീതം നട്ടു. വിത്തുകൾ പാകി. ഇനി ഈ വെട്ടുകല്ല് ഇവിടെയായി വെച്ചാൽ ആരും അകത്തേക്ക് ചെടിയുടെ ഭാഗത്തേക്ക് പോകില്ല. അതും പറഞ്ഞ് മുത്തശ്ശൻ ഓരോ കല്ലും എടുത്ത് ചെടിക്ക് അതിര് പോലെ വെച്ചു. അത് കണ്ട് നീലി ഒന്ന് കല്ല് പൊന്തിക്കാൻ നോക്കിയതും അവൾക്ക് കഴിഞ്ഞില്ല. ബാമയും അതിൽ പോയി പൊന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മക്കളെ, അതെല്ലാം ഞാൻ ചെയ്തോളാം. മുത്തശ്ശൻ അത് പറഞ്ഞ് കഴിയുന്നതും ബാമ പൊന്തിച്ചെടുത്ത കല്ല് അവളുടെ കയ്യിൽ നിന്നും അവളുടെ കാലിലേക്ക് വീണു. അമ്മേ! വേദന കൊണ്ട് ബാമ നിലവിളിച്ചു. അപ്പോഴേക്കും മുത്തശ്ശനും നീലിയും ഓടി വന്നു. മുത്തശ്ശൻ കല്ലെടുത്തു മാറ്റി അവളെ കയ്യിലേക്ക് കോരെടുത്തുകൊണ്ട് തിണ്ണയിൽ കൊണ്ടുപോയി ഇരുത്തി. ബാമ വേദന കൊണ്ട് പൊട്ടിക്കരയുമായിരുന്നു. നീലി അത് കണ്ട് അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിട്ടുണ്ട്. നീലിമോളെ, കുറച്ച് വെള്ളം കൊണ്ടുവാ. പോയിക്കൊണ്ടിരിക്കുന്ന രക്തത്തിലേക്ക് മുത്തശ്ശൻ ഒരു തുണിയെടുത്ത് കെട്ടിവെച്ചു. നീലി ഓടി വന്ന് വെള്ളം അവൾക്ക് കൊടുത്തു. ഞാൻ ഹരിയെ വിളിക്കട്ടെ മോളെ, മോൾ പേടിക്കാതെ. അപ്പോഴാണ് അങ്ങോട്ട് എന്തോ ആവശ്യത്തിന് ഹരി വരുന്നത്. അവനെ കണ്ടതും മുത്തശ്ശൻ കാര്യം പറഞ്ഞു. തുടരും. കഥ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.